ഹലോ, ഇത് യോഗൻ ഫ്രൂസ്. വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് എപ്പോഴെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാൻ ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ബ്രാൻഡാണിത്. ഞാനിപ്പോൾ ഉള്ളത് ഒൻറ്റാരിയയിലുള്ള ന്യൂ മാർക്കറ്റിലെ അപ്പർ കാനഡ മോളിലാണ്. ഇവർ കൂടുതൽ സെല്ല് ചെയ്യുന്നത് സ്മൂത്തീസ്, ഐസ്ക്രീം, ബബിൾ ടീ, അതുപോലെ ഫ്രൂട്ട് സ്ലഷ് ഒക്കെയാണ്. ഇത് വെയ്റ്റ് ലോസിന് ബെസ്റ്റ് ആണെന്ന് പറയാനുള്ളതിൻ്റെ റീസൺ ഇവരുടെ മജോറിറ്റി പ്രോഡക്ട്സിൽ നോ ഷുഗർ ആഡഡ് ആണ്. എസ്പെഷ്യലി ഐസ്ക്രീമിൻ്റെ ബേസ് വരുന്നത് ഗ്രീക്ക് യോഗോട്ടും അതുപോലെ ഫ്രൂട്ട് ഫ്ലേവേഴ്സുമാണ്. ഇതാണ് ഐസ്ക്രീമിൻ്റെ കപ്പ് സൈസ്. ഏറ്റവും ചെറിയ കപ്പിൽ നമ്മൾ വാങ്ങിച്ചാൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഐസ്ക്രീം ഉണ്ട്, അതുപോലെ നല്ല ഫില്ലിങ്ങുമാണ്. ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് മാംഗോ ഐസ്ക്രീമാണ്. ഇതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് സ്ട്രോബെറി ആയിരുന്നു. വേറെയും ഫ്ലേവേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ്, ബനാന, പീച്ച്, കിവി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ മാംഗോ അടിപൊളിയായിരുന്നു. നല്ലൊരു ഫില്ലിങ് എനിക്ക് ഫീൽ ചെയ്തത് കഴിച്ചപ്പം. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിരുന്നു ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മധുരവും ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഐസ്ക്രീം കഴിക്കാൻ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, ഒരു യോഗേർട്ടിൻ്റെ ബേസ് ആണെന്ന് ഫീൽ ചെയ്തേ ഇല്ലായിരുന്നു. ഐസ്ക്രീം അല്ലാതെ ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു സ്മൂത്തിയാണ്. അത് അവരുടെ പുതിയ പ്രോഡക്റ്റാണ്, പവർ സ്മൂത്തി എന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് 18 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, മാംഗോ, അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്ലൂബെറി. ഇത്തവണ ഞാൻ വാങ്ങിയപ്പോൾ ഫോട്ടോയിൽ കണ്ട പോലല്ല എനിക്ക് കിട്ടിയത്. ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലൂബെറി അതിനകത്ത് മിക്സ് ആയി പോയെന്നാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നേരത്തെ ഞാൻ കുടിച്ചിട്ടുള്ള അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നല്ല ഫില്ലിംഗ് ആണ്. ഇതൊരു ശരിക്കും ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആണ്. വേറൊരു മീലിൻ്റെ ആവശ്യമില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഗിൽറ്റ് ഫ്രീ ആണ്. വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബ്രാൻഡ് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.